നമസ്കാരം. അടുക്കളയിലെ രാജാവാണ് ഉരുളക്കിഴങ്ങ്. തക്കാളിയും ഉരുളക്കിഴങ്ങും ഒരേ സസ്യ കുടുംബത്തിൽപ്പെട്ടവയാണെന്ന് നമുക്കറിയാം. എന്നാൽ ഈ ബന്ധത്തിന് പിന്നിലെ ഒരു രഹസ്യം ശാസ്ത്രജ്ഞർ ഇപ്പോൾ കണ്ടെത്തിയിരിക്കുകയാണ്. പുതിയൊരു പഠനമനുസരിച്ച് തക്കാളിയിൽ നിന്നും ഉരുളക്കിഴങ്ങ് പോലെയുള്ള മറ്റൊരു സസ്യത്തിൽ നിന്നും ഉണ്ടായ ഒരു സ്വാഭാവിക സങ്കരമാണ് ഇന്ന് നാം കാണുന്ന ഉരുളക്കിഴങ്ങ്. അതായത് തക്കാളിയാണ് യഥാർത്ഥത്തിൽ ഉരുളക്കിഴങ്ങിന്റെ പൂർവികൻ. പ്രശസ്ത ശാസ്ത്രജ്ഞ ജേണലായ സെല്ലിൽ പ്രസിദ്ധീകരിച്ച ഒരു ജനിതക പഠനമാണ് ഈ നിർണായകമായ കണ്ടെത്തലിലേക്ക് നയിച്ചത്. ഗവേഷകർ 450-ലധികം കൃഷി ചെയ്ത ഉരുളക്കിഴങ്ങുകളുടെയും 56 വന്യ ഇനങ്ങളുടെയും ജീനോം വിശദമായി വിശകലനം ചെയ്തിട്ടുണ്ട്. ഈ വിശകലനത്തിൽ ഓരോ ഉരുളക്കിഴങ്ങിലും തക്കാളിയുടെയും അതോടൊപ്പം തന്നെ ഏറ്റുബെറോസം എന്ന മറ്റൊരു സസ്യത്തിന്റെയും DNA അടങ്ങിയിട്ടുണ്ടെന്ന് കണ്ടെത്തിയിട്ടുണ്ട്. ഏകദേശം 9 ദശലക്ഷം വർഷങ്ങൾക്ക് മുമ്പ് തെക്കേ അമേരിക്കയിൽ വെച്ച് ഒരു കാട്ടുതക്കാളിയും ഉരുളക്കിഴങ്ങിന് സമാനമായ ഒരു സസ്യവും തമ്മിൽ നടന്ന പ്രകൃതിദത്തമായ സംയോജനമാണ് ഈ രഹസ്യത്തിന് പിന്നിൽ. കിഴങ്ങുകൾ ഉണ്ടാക്കുന്നതിനുള്ള കഴിവ് ഏറ്റുബെറോസം എന്ന സസ്യത്തിന് ഉണ്ടായിരുന്നില്ല. എന്നാൽ തക്കാളി കുടുംബം സംഭാവന ചെയ്ത SP6A ജീൻ, ആ ജീനിൽ കിഴങ്ങുകൾ ഉണ്ടാക്കുന്നതിനുള്ള സിഗ്നലുകൾ സസ്യത്തിന് ലഭിച്ചു. അതേസമയം കിഴങ്ങുകളുടെ വളർച്ച നിയന്ത്രിക്കുന്ന IT1 ജീൻ ഏറ്റുബെറോസമാണ് നൽകിയിട്ടുള്ളത്. ഈ 2 ജീനുകളുടെയും സംയോജനം ഇല്ലായിരുന്നുവെങ്കിൽ ഇന്ന് നാം കാണുന്ന ഉരുളക്കിഴങ്ങ് ഉണ്ടാകില്ലായിരുന്നു. ഇതിന്റെ ഉദ്ഭവം ഭൂമിയിലെ പ്രക്ഷുബ്ധമായ ഒരു കാലഘട്ടത്തിലായിരുന്നു. ആൻഡീസ് പർവ്വതനിരകൾ രൂപം കൊണ്ടിരുന്ന ആ സമയത്ത് ഈ പുതിയ സസ്യം കാലാവസ്ഥാ മാറ്റങ്ങളെ അതിജീവിച്ചു. കിഴങ്ങുകളിൽ ഭക്ഷണം സംഭരിക്കുകയും തണുത്തുറഞ്ഞ പർവ്വത താഴ്വരകളിലും ചൂടുള്ള സമതലങ്ങളിലും അതിവേഗം പടർന്നു. വിത്തുകളോ പൂമ്പൊടിയോ ഇല്ലാതെ തന്നെ പ്രത്യുത്പാദനം നടത്താനുള്ള ഒരു പ്രത്യേക കഴിവ് ഉരുളക്കിഴങ്ങിന് വികസിപ്പിച്ചെടുത്തു. ഒരു കിഴങ്ങിൽ നിന്ന് നേരിട്ട് പുതിയൊരു സസ്യത്തിന് മുളയ്ക്കാൻ കഴിയുമെന്നതിനാൽ കാലാവസ്ഥയോ അതോടൊപ്പം തന്നെ പ്രാണികളെയോ ആശ്രയിക്കാതെ ഇതിന് അതിജീവിക്കാൻ സാധിച്ചു. ഈ പ്രത്യേകതയാണ് ഉരുളക്കിഴങ്ങിനെ പ്രകൃതിയിലെ ഏറ്റവും പ്രതിരോധശേഷിയുള്ള വിളകളിൽ ഒന്നാക്കി മാറ്റിയത്. ഇന്ന് മനുഷ്യരാശിയുടെ പ്രധാനപ്പെട്ട ഒരു ഭക്ഷ്യ സ്രോതസ്സാണ് ഉരുളക്കിഴങ്ങ്. കാർബോഹൈഡ്രേറ്റ്, നാരുകൾ, പൊട്ടാസ്യം, മഗ്നീഷ്യം എന്നിവയാൽ സമ്പുഷ്ടമായ ഈ ഉരുളക്കിഴങ്ങ് കുറഞ്ഞത് വെള്ളവും സ്ഥലവും ഉപയോഗിച്ച് വളരുകയാണ്. ഈ പഠനം ഉരുളക്കിഴങ്ങിന്റെ ഉദ്ഭവത്തെക്കുറിച്ച് പുതിയ വിവരങ്ങൾ നൽകുന്നതിനോടൊപ്പം സസ്യലോകത്തെ പരിണാമത്തെക്കുറിച്ചുള്ള നമ്മുടെ ധാരണകൾക്ക് പുതിയ ദിശാബോധം കൂടി നൽകുകയാണ്. ന്യൂസ് ഡെസ്ക് തത്വമൈ ന്യൂസ്. ഭാരതത്തിലെ അതിപ്രശസ്തമായ ക്ഷേത്രങ്ങളിലേക്ക് മലയാളം ന്യൂസ് നെറ്റ്വർക്ക് സംഘടിപ്പിക്കുന്ന ആധ്യാത്മിക യാത്രകൾ. പ്രമുഖ ട്രാവൽ ഏജൻസിയായ യാത്രാനന്ദയുമായി ചേർന്ന് മലയാളം ന്യൂസ് നെറ്റ്വർക്ക് ഒരുക്കുന്ന യാത്രയിൽ ചുരുങ്ങിയ നിരക്കിൽ നിങ്ങൾക്കും പങ്കാളികളാകാം. ഭാരതത്തിലെ പ്രമുഖ ശക്തിപീഠമായ അസമിലെ കാമാഖ്യ ക്ഷേത്രത്തിലേക്കാണ് ആദ്യ യാത്ര. കാമരൂപമെന്ന് കാളിദാസനും പ്രാഗ്ജ്യോതിഷപുരമെന്ന വ്യാസനും വിളിച്ച അതിമനോഹരമായ സംസ്ഥാനമാണ് അസം. സമമായി മറ്റൊന്നില്ല എന്നാണ് അസമിന്റെ അർത്ഥം. ബ്രഹ്മപുത്ര നദിയും ഹിമാലയവും ദൃശ്യചാരുത കൊണ്ട് അനുഗ്രഹിച്ച അസമിലെ കാമാഖ്യ ഇന്ത്യയിലെ തന്നെ ഏറ്റവും പ്രധാനപ്പെട്ട കാളി ക്ഷേത്രങ്ങളിലൊന്നാണ്. കാമാഖ്യ ക്ഷേത്ര സന്ദർശനത്തിന് ശേഷം കിഴക്കിന്റെ സ്വിറ്റ്സർലാൻഡ് എന്നറിയപ്പെടുന്ന മേഘാലയയിലെ ഷില്ലോങ് നഗരവും ചിറാപുഞ്ചിയും അതിമനോഹരമായ മഴക്കാടുകളും ഹിമാലയൻ കാറ്റ് ചൂളം വിളിക്കുന്ന താഴ്വരകളും മേഘങ്ങളെ ഉമ്മവയ്ക്കുന്ന ചെറുകുന്നുകളും കണ്ണാടി പോലെ ജലമൊഴുകുന്ന ഉമയാങ് നദിയും സന്ദർശിക്കുന്നു. ജീവിതത്തിൽ ഒരിക്കലെങ്കിലും കണ്ടിരിക്കേണ്ട ഈ അത്ഭുത ലോകത്തിലേക്ക് നിങ്ങളെ സ്വാഗതം ചെയ്യുന്നു. വിമാന ടിക്കറ്റും ചിലവുകളും ഉൾപ്പെടെ 65,000 രൂപ ചിലവ് വരുന്ന ഈ പാക്കേജ് 59,000 രൂപയ്ക്ക് മലയാളം ന്യൂസ് നെറ്റ്വർക്ക് നിങ്ങൾക്ക് ലഭ്യമാക്കുന്നു. ആദ്യം ബുക്ക് ചെയ്യുന്ന 5 പേർക്ക് 56,000 രൂപയ്ക്ക് ഏർലി ബേർഡ് ഓഫറും ലഭ്യമാണ്. കൂടുതൽ വിവരങ്ങൾക്ക് ഇനി പറയുന്ന നമ്പറിൽ ബന്ധപ്പെടുക. 8089001200 അല്ലെങ്കിൽ 7736549234.